വെള്ളക്കര വർധനവ് ഇന്ന് സഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നിരുന്നു. വെള്ളക്കര വർധനവ് അത്ര ഭീകരമാണോ എന്നായിരുന്നു മന്ത്രിയുടെ ചോദ്യം. ഈ ജല ഉപഭോഗം സംബന്ധിച്ച് ജനങ്ങളെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആവശ്യത്തിന് മാത്രം, അതായത് ആവശ്യത്തിന് മാത്രമാണ് ഈ വർധനവ് എന്ന വിശദീകരണവും മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. 1 ലിറ്റർ വെള്ളത്തിന് 1 പൈസ കൂട്ടി, അതല്ലേ കണക്ക്. അത് മനസ്സിലാക്കാനുള്ളൊരു ഭാഷയെ ഞാൻ പറഞ്ഞുള്ളൂ. 1 ലിറ്റർ വെള്ളം നമ്മൾ മേടിച്ചു, അതിൻ്റെ തുക അതിന് 1 പൈസയുടെ വർധന ഉണ്ടായിട്ടുള്ളൂ. അത് 50,000 ലിറ്റർ ഉപയോഗിച്ചാൽ അതിനനുസരിച്ച് വർദ്ധിക്കും, 1 ലക്ഷം ഉപയോഗിച്ചാൽ അതിനനുസരിച്ച് വർദ്ധിക്കും. ജലത്തിൻ്റെ വിനിയോഗത്തിൽ ചില സാധ്യതകളും അതിൻ്റെ ഉപയോഗത്തിൽ ചില കുറവുകളും എല്ലാം വരുത്താൻ പൊതുസമൂഹത്തെ പഠിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. അത്ര ഭീകരമായൊരു വർധനവാണോ? സ്വാഭാവികമായും അക്കാര്യം നമ്മൾ ചിന്തിക്കണം. ഈ വെള്ളക്കരം വർദ്ധിപ്പിച്ചത് സമാനതകളില്ലാത്ത ക്രൂരതയാണെന്നായിരുന്നു പ്രതിപക്ഷം ഇക്കാര്യത്തിൽ മറുപടിയായി പറഞ്ഞത്. ഞങ്ങൾക്ക് പരിചയമുള്ള റോഷി അഗസ്റ്റിൻ, കാരണം റോഷി അഗസ്റ്റിൻ ഇടുക്കിക്കാരനാണ്, അദ്ദേഹത്തിന് ഇങ്ങനെ ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾക്ക് പരിചയമുള്ള റോഷി അഗസ്റ്റിൻ ഇത്തരത്തിൽ സംസാരിക്കുകയോ ജനങ്ങളെ ദ്രോഹിക്കുകയോ ചെയ്യുന്ന ആളല്ല എന്ന് പറഞ്ഞത് വി ഡി സതീശനാണ് സഭയിൽ. ഇവിടെ ഒരു ഇംപ്രോപ്രൈറ്റി ഇല്ലേ? നിയമസഭ സമ്മേളിക്കുന്ന സമയത്ത് നിയമസഭ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൻ്റെ പിറ്റേ ദിവസം പോയി വെള്ളക്കരം കൂട്ടിക്കൊണ്ടൊരു ഗവൺമെൻറ് ഓർഡർ ഇറക്കുന്നത് ഈ സഭയോടുള്ള അനാദരവാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അത് പ്ലീസ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ്. അത് സഭയോടുള്ള അനാദരവാണ്. അത് ചെയ്യാൻ പാടില്ല സർ, അത് ചെയ്യാൻ പാടില്ല. ജനങ്ങളെ വെല്ലുവിളിച്ച് വെള്ളക്കരം കൂടി കൂട്ടിയാൻ കൊടുക്കുക, അതല്ലേ വെല്ലുവിളിയല്ലേ? അതിൻ്റെ ഇടയിൽ ഇലക്ട്രിസിറ്റിയുടെ ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടിയിട്ടുണ്ട്. വൈദ്യുതി ബോർഡ് ലാഭത്തിലാണ് എന്ന് പറയുമ്പോൾ തന്നെ വൈദ്യുതി ചാർജ് കൂട്ടും. അതൊക്കെ നിങ്ങൾ ചെയ്യും. വൈദ്യുതി ബോർഡ് ലാഭത്തിലാണെന്ന് മന്ത്രി ഒരു വശത്ത് പറയും, വൈദ്യുതി ചാർജ് കൂട്ടും, പിന്നെയും കൂട്ടി വൈദ്യുതി ചാർജ്. ശ്വസിക്കുന്ന വായുവിന് പോലും കരമീടാക്കാൻ മൂക്കിന് താഴെ മീറ്റർ ഘടിപ്പിക്കുന്ന സർക്കാരാണ് ഇതെന്നായിരുന്നു എ വിൻസെന്റിന്റെ പരിഹാസം. അടിയന്തര പ്രമേയമായി ഈ വിഷയം സഭയിൽ കൊണ്ടുവന്നതും എ വിൻസെന്റ് ആയിരുന്നു. സാർ, ആരാച്ചാർക്ക് പോലും ഉള്ള ദയ ഈ സർക്കാരില്ല സാർ. ആരാച്ചാർ പോലും വെള്ളം ചോദിച്ചാൽ വെള്ളം കൊടുക്കും. ഇവർ വെള്ളം കൂടി മുട്ടിക്കുന്ന ഒരു സർക്കാരാണ് സാർ. സാർ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വെളിച്ചം തരുന്ന വൈദ്യുതിക്ക് വില വർദ്ധിപ്പിച്ചു, ചാർജ് വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ സർചാർജ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ വെള്ളക്കരവും കൂട്ടിയിരിക്കും സാർ. ഇനി ജനങ്ങളുടെ മൂക്കിൽ ഒരു മീറ്റർ ഘടിപ്പിച്ച് ശ്വസിക്കുന്ന വായുവിനും കൂടി ഇനി ചാർജ് ഈടാക്കുമോ എന്നുള്ളത് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ സാർ. ഇതിനിടയിൽ പ്രതിപക്ഷ MLA-മാർ 4 യുവ MLA-മാർ നിയമസഭയ്ക്ക് മുന്നിൽ സത്യഗ്രഹ സമരം ഇരിക്കുകയാണ്. ഈ വർധനവുകൾ പിൻവലിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഉമേഷ് ബാലകൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഉമേഷ്, ഇന്നും സഭയിൽ വാശിയേറിയ ചർച്ചകൾ നടന്നു എന്നാണ്, വാദപ്രതിവാദങ്ങളായിരുന്നു എന്നാണ്. പക്ഷെ അപ്പോഴും മന്ത്രിക്ക് കുലുക്കമില്ല, ഈ ചാർജുകൾ കുറയ്ക്കുന്ന സമയത്ത് തീരുമാനമില്ല. എന്താണ് ഇന്ന് സഭയിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യം? എന്തായാലും മന്ത്രിക്ക് കുലുക്കമില്ല എന്ന് മാത്രമല്ല, വിചിത്ര ന്യായങ്ങളും പരിഹാസവുമായിരുന്നു മന്ത്രിയുടെ വാക്കുകളിൽ നിറഞ്ഞു കേട്ടത്. ജനങ്ങളെ ചിലത് പഠിപ്പിക്കാനുള്ള സമയമായി എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. അതായത് ഒരു കുടുംബം, 4 അംഗമുള്ള കുടുംബം ഒരു ദിവസം 100 ലിറ്ററിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നവർ കൂടുതൽ നൽകേണ്ടി വരും. പക്ഷേ ഒരു കുടുംബം 100 ലിറ്ററിൽ കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. കൂടാതെ നിലവിൽ ഈ ഒരു വർധന അത് ഒരു സർക്കാരിൻ്റെ കരുതലായി മാത്രം കണ്ടാൽ മതി. നിലവിൽ ഈ ഇപ്പോഴത്തെ വെള്ളം കുറച്ചുപയോഗിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങൾ പഠിക്കേണ്ട സമയമായിരിക്കുന്നു എന്നും അദ്ദേഹം ആക്ഷേപരൂപേണ സഭയിൽ പറഞ്ഞു. ഇത് കൂടാതെ ചില കണക്കുകളും അദ്ദേഹം നിരത്തി. നിലവിൽ വാട്ടർ അതോറിറ്റിയുടെ സഞ്ചിത നഷ്ടം 4,900 കോടി രൂപയാണ്. കൂടാതെ 11 രൂപ നഷ്ടത്തിലാണ് നിലവിൽ വെള്ളം ശുചീകരിച്ച് വിതരണം ചെയ്യുന്നത്. ആ സ്ഥിതിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റി കൂട്ടേണ്ടി വരും. അതുകൊണ്ടാണ് മുൻകരുതലോളം ചെറിയൊരു വർധന മാത്രം വരുത്തിയത് എന്നാണ് മന്ത്രിയുടെ ന്യായീകരണം. എന്നാൽ രൂക്ഷമായി തന്നെ പ്രതിപക്ഷം ഈ മന്ത്രിയുടെ ന്യായീകരണങ്ങളെയും പരിഹാസത്തെയും നേരിട്ടു. ആദ്യം എം വിൻസെന്റ് MLA ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എം വിൻസെന്റ് MLA രൂക്ഷമായ ഭാഷയിൽ തന്നെ മന്ത്രിയുടെ ന്യായീകരണങ്ങളെ വിമർശിച്ചു. ഇത്തരത്തിൽ മൂക്കിന് താഴെ മീറ്റർ ഘടിപ്പിച്ച് ശ്വസിക്കുന്ന വായുവിന് പോലും കരമീടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിമർശനമായിരുന്നു, അല്ലെങ്കിൽ പരിഹാസമായിരുന്നു എം വിൻസെന്റ് MLA നൽകിയത്. കൂടാതെ ആരാച്ചാരെ
സർക്കാരിനേക്കാൾ ക്രൂരതയുള്ള സർക്കാരാണ് ഇതെന്നും വിമർശിച്ചു. ആരാച്ചാർ കുടിക്കുന്ന വെള്ളം ചോദിച്ചതെന്ന് നൽകും, എന്നാൽ ഈ സർക്കാർ അതുപോലും മുട്ടിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും എം വിൻസെന്റ് MLA വിമർശിച്ചു. കൂടാതെ പ്രതിപക്ഷ നേതാവും രൂക്ഷമായ ഭാഷയിൽ തന്നെ സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ സാധാരണ ഇടുക്കിക്കാരനായ തങ്ങൾക്കറിയാവുന്ന റോഷി അഗസ്റ്റിൻ ഇത്രയും ക്രൂരമായി പെരുമാറാറില്ല, ഇത്രയും ക്രൂരമായി സംസാരിക്കാറൊന്നുമില്ല. അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് വന്നതുകൊണ്ടാണോ അതോ മന്ത്രി ആയതുകൊണ്ടാണോ ഇത്രയും ക്രൂരമായി സംസാരിക്കുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. തുടർ നടപടികൾ സഭയിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്തായാലും 4 MLA-മാരുടെ സത്യാഗ്രഹം അത് നിലവിൽ തുടരുന്നുണ്ട്. 4 പേരും നിയമസഭയിൽ സത്യാഗ്രഹം തുടരുകയാണ്. 24 മണിക്കൂറിലേക്ക് കടക്കുകയാണ് സത്യാഗ്രഹ സമരം. അതേസമയം സഭയ്ക്ക് പുറത്തും പ്രതിഷേധങ്ങൾ ശക്തമാക്കാൻ പോവുകയാണ്. ഇന്നലെയും ഒപ്പം ഈ മന്ത്രിമാർക്ക് ഈ വിഷയത്തിൽ യാതൊരു ഇളക്കവുമില്ല. വിചിത്ര ന്യായീകരണങ്ങൾ ധനമന്ത്രിയായാലും ജലവിഭവ മന്ത്രിയായാലും പറയുന്നുണ്ട്. എങ്കിൽ പോലും നാളെ ഒരു പ്രഖ്യാപനത്തിന് ജനം കാതോർക്കുന്നു. നാളെ ഈ ബജറ്റ് ചർച്ചയ്ക്കടക്കം ധനമന്ത്രി അടക്കം മറുപടി പറയാൻ സാഹചര്യമുണ്ട്. എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ? 2 രൂപ 1 രൂപയാക്കി പെട്രോൾ സെസ് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. KB ഗണേഷ് കുമാർ അടക്കം ഭരണകക്ഷിയിലെ പ്രമുഖ ആളുകളൊക്കെ വിമർശനം ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. ഈ പുതിയ സമരത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും ഒരു പുനർവിചിന്തനത്തിന് സർക്കാർ തയ്യാറാവുമോ? എന്തായാലും അത്തരം പ്രതീക്ഷകൾ നിലനിൽക്കുന്നു എന്ന് മാത്രമേ നിലവിൽ പറയാൻ കഴിയൂ. ഇന്നലെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിരുന്നു ഭരണപക്ഷവും, പക്ഷേ ഈ വിഷയങ്ങൾ ചർച്ചയായില്ല എന്നുള്ള വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. വെള്ളക്കരം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നില്ല എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. എന്തായാലും സർക്കാരിൻ്റെ കൂടി മുഖ്യമന്ത്രിയുടെ കൂടി അനുമതിയോട് കൂടി മാത്രമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക. LDF-ൽ ഘടകകക്ഷികളടക്കം ചില പ്രതിഷേധ സൂചനകൾ നൽകിയിരുന്നു, CPI നേതൃത്വം അടക്കം. എന്തായാലും 1 രൂപയെങ്കിലും കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷ. സെസ്സിൽ 1 ലിറ്റർ പെട്രോളിൻ്റെ അല്ലെങ്കിൽ ഇന്ധനത്തിന്റെ 2 രൂപ വർദ്ധിപ്പിച്ചത് 1 ലിറ്ററിന് 1 രൂപ എന്ന നിലയിൽ കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും തുടർ ചർച്ചകൾ സർക്കാർ തലത്തിൽ നടക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും അത് സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാവുക. എന്തായാലും നാളെ ബുധനാഴ്ചയ്ക്ക് ശേഷം കാണാം എന്നുള്ള CPI നേതാക്കൾ അടക്കമുള്ളവർ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു സൂചന പോലെ പ്രതികരിച്ചിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ന് വീണ്ടും പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുമുണ്ട്. സർക്കാർ പക്ഷത്ത് നിൽക്കുന്നവർ പോലും നിയമസഭയിൽ സർക്കാരിനെ അനുകൂലിച്ച് സംസാരിക്കുന്നെങ്കിൽ പോലും കടുത്ത അമർഷം അവർക്കുമുണ്ട്. അവർ ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധങ്ങൾ LDF-ൽ അടക്കം ഉന്നയിക്കാനും സാധ്യതയുണ്ട്. ആ സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ട് ഈ ഒരു സെസ്സിൽ ചെറിയൊരു കുറവ് വരുത്തും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കുമുണ്ട്. രഞ്ജിത്ത്, ഏതായാലും നിയമസഭയിൽ ഇന്നും ഇതുമായി ബന്ധപ്പെട്ട ഭരണപക്ഷ പ്രതിപക്ഷ വാഗ്വാദങ്ങൾ നടന്നു എന്നുള്ളതാണ്. മന്ത്രിയടക്കം ഈ വിഷയത്തിൽ മറുപടി നൽകി.